അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഷ്കിന്റെ ഖിസ്സ, അതിന്റെ ഖുലാസ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് മസ്നവി. ഈ മസ്നവിയില് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കണില്ല, മറിച്ച് അതിന്റെ ഒരു 100 വരികൾ, 455 അഷാറിൽ വെറും 100 ചില്ലാനും വരികൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ഈ പാഠഭാഗത്തിൽ പഠിക്കണത്. അതുകൊണ്ട് ഈ ഇഷ്കിന്റെ പൂർണ്ണമായി ഖിസ്സ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഈ എന്താണ് ഖിസ്സ, ഇതിൽ എന്താണ് പറയണത്, ഇതിലെന്ത് കഥയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് ചർച്ച ചെയ്യാം, നോക്കാം എന്താണെന്ന്. മസ്നവി ज़हर इश्क एक मुख्तसर इश्किया मस्नवी है. അപ്പോ ഈ മസ്നവി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയണം. എന്ത്, മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മുഖ്തസർ ഇഷ്കിയ ദാസ്താൻ ഹെ, അതന്നെയാണ് ഇവിടെ. മുഖ്തസർ ഷോർട്ട്, മുഖ്തസർ പറഞ്ഞാൽ ഷോർട്ട്, ചെറിയ. ഇഷ്കിയ എന്ന് പറഞ്ഞാൽ പ്രണയ, മസ്നവി പറഞ്ഞാലോ മസ്നവി അല്ലെ, പിന്നെ ഒരു ചെറിയ പ്രണയ കഥയുള്ള ഒരു മസ്നവിയാണ് മസ്നവി ज़हर इश्क. ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തു, കിട്ടി, ഇപ്പൊ തന്നെ പഠിച്ചു. ഓക്കെ, പിന്നെ അടുത്തത്, ഇത് പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. 259 പേജാണ്. ജഹാന അദബിൽ 259 പേജിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പൊ ഏക് ദൗലത്മന്ദ് താജിർ കി, കഥ തുടങ്ങട്ടോ. കഥ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഏക് ദൗലത്മന്ദ് താജിർ കി നിഹായത്ത് ഹസീനോ ജമീൽ ലड़की थी जो इकलौती थी जिसकी वजह से उसके वालिदैन उससे बेइंतहा मोहब्बत करते थे. എന്താ പറഞ്ഞത്? ഏക് ദൗലത്ത് മന്ത് എന്ന്. ദൗലത്ത് മന്ത് പറയാൻ ഇവിടെ പെട്ടെന്ന് പറയാം. ദൗലത്ത് മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പഠിച്ചോളേ. ദൗലത്ത് മന്ത് സമ്പന്നൻ, എന്താ പറയാ, സമ്പന്നൻ. ദൗലത്ത് പറഞ്ഞ സമ്പത്ത്, മന്ത് ഉള്ള ആളല്ലേ, ദൗലത്ത് മന്ത്. അക്കൽ പറഞ്ഞ ബുദ്ധി, അക്കൽ മന്ത് ബുദ്ധിമാനും. താജിർ കി, ദൗലത്ത് മന്ത് താജിർ പറഞ്ഞാലോ കച്ചവടക്കാരൻ. താജിർ പറഞ്ഞാൽ ദുക്കാന്താർ അല്ലെങ്കിൽ ദുക്കാന്താർ കാരോബാർ അല്ലെ. പിന്നെ എന്താണ്, ദൗലത്ത് മന്ത് താജിർ കി നിഹായത്ത് ഹസീനോ ജമീൽ. ഹസീനോ ജമീൽ പറഞ്ഞാണ് വളരെ സുന്ദരിയായ ലड़की थी. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ജോ ഇക്ലൗത്തി थी, ഇക്ലൗത്തി എന്ന് പറഞ്ഞാണ് ഇക്ലൗത്തി ഒരേ ഒരു കുട്ടിയായിരുന്നു. ഒരേ ഒരു ഇക്ലൗത്തി ബേട്ടി തീ എന്ന് പറഞ്ഞാണ് അത് ഒരേ ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത് അല്ലെ, ഇക്ലൗത്തി. അപ്പൊ ഒന്ന് പറയാം, ഏക് ദൗലത്ത് മന്ത് താജിർ കി, ഒരു സമ്പന്നനായ കച്ചവടക്കാരന് അതി ഹസീനോ ജമീല പറഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ജോ ഇക്ലൗത്തി തീ, അവിടെ ആരായിരുന്നു? ജോ എന്ന് പറഞ്ഞാൽ അവൾ. ഇക്ലൗത്തി തീ, അവിടെ ആരായിരുന്നു? ഒരേ ഒരു കുട്ടിയായിരുന്നു ആ മാതാപിതാക്കൾക്ക്. പിന്നെ ഇക്ലൗത്തി ബേട്ടി, ഇക്ലൗത്തി ബേട്ടി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകൾ അല്ലെ. ഇക്ലൗത്തി ബേട്ട എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകന്. ഉസ്കോ ഉൻകോ പറഞ്ഞ വാലിദൈൻക്ക് എന്താണ്, പിന്നെ എന്താണ്, ഒരേ ഒരു മകൾ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ ജിസ്കി വജഹ്സെ, അപ്പൊ ഒറ്റ കുട്ടിയല്ലേ, അപ്പൊ ജിസ്കി വജഹ്സെ, അത് കാരണം കൊണ്ട്. ഉസ്കി വാലിദൈൻ, അവരുടെ മാതാപിതാക്കള്. വാലിദൈൻ ട്ടോ, എന്താണ് വാലിദൈൻ. വാലിദൈൻ എന്ന് പറഞ്ഞാല് മാതാപിതാക്കൾ. നമ്മൾ മാർസിൽ പഠിച്ചില്ല തന്നെ, മാതാപിതാക്കള്, പാരന്റ്സ്. എന്താണ് പാരന്റ്സ്. ഉസ്സെ, ആ പെൺകുട്ടിയെ. ബെഇൻതഹ, ബെഇൻതഹ എന്ന് പറഞ്ഞാണ്, ഇൻതഹ എന്ന് പറഞ്ഞാണ് അറ്റം അല്ലെ. ബെഇൻതഹ എന്ന് പറഞ്ഞാല് അറ്റം. ബെഇൻതഹ എന്ന് പറഞ്ഞാലോ അങ്ങേയറ്റം. അങ്ങേയറ്റം പറഞ്ഞാല് അറ്റമില്ലാത്ത അവസ്ഥക്കാണ് നമ്മൾ അങ്ങേയറ്റം പറയാം അല്ലെ. ബെഇൻതഹ മുഹബ്ബത്ത് കർത്തേത്തെ, അങ്ങേയറ്റം എന്തുമായിരുന്നു, സ്നേഹിക്കുമായിരുന്നു. ഉസ്കി ഖൂബ്സൂരതി ക ബയാൻ, അവരുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള വിവരണം. ഷായിറിനെ, കവി ഇസ്തരഹ് കിയാ ഹെ, ഇങ്ങനെയാണ് അവരുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചിട്ട് കവി ഇങ്ങനെയാണ് നീക്കുന്നത്, വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോ മനസ്സിലായി, എവിടെ ഒരു സമ്പന്നനായ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. ആ കച്ചവടക്കാരന് ഒരു സുന്ദരിയായ ഒരേ ഒരു മകൾ ഉണ്ടായിരുന്നു. ഒരേ ഒരു മകളായത് കാരണം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, നന്നായിട്ട് സ്നേഹിക്കുമായിരുന്നു. ഉസ്കി ഖൂബ്സൂരതി ക ബയാൻ, അവരുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള വിവരണം. ഷായിറിനെ ഇസ്തരഹ് കിയാ ഹെ, അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് ഇങ്ങനെയാണ് കവി എന്ത് ചെയ്യുന്നത്, വിവരിച്ചിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് കവി വിവരിച്ചിരിക്കുന്നത് നോക്കാം. ജിസ് മുഹല്ലേ മേത്ത, ജിസ് മുഹല്ലേ, ഇത് നമ്മൾ വിശദീകരിച്ച് നമ്മൾ അതിൽ വരുന്നുണ്ട്, എന്നാലും ഇവിടെ നമുക്ക് നോക്കാം. ജിസ് മുഹല്ലേ എഴുതണ്ട അല്ലെ. ജിസ് മുഹല്ലേ മേത്ത അമാര ഗർ, അമാര ഗർ. കഥ തുടങ്ങണം ഇങ്ങനെയാണ്. വഹി രഹ്താ താ, വഹി രഹ്താ താ കോൻ, ഏക് സൗദാഗർ, ഏക് സൗദാഗർ. ഓക്കെ,
അപ്പോ ജിസ് മുഹല്ലേമേ താ ഹമാരാ ഘർ, ഞങ്ങളുടെ വീട് ഏത് സ്ഥലത്തായിരുന്നോ, വഹി അവിടെ തന്നെ, രഹ്താത്ത താമസിക്കുന്നുണ്ടായിരുന്നു, ഏക് സൗദാഗർ ഒരു സൗദാഗർ ചരക്ക് എന്നാണ് അർത്ഥം. സൗദാഗർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് അപ്പൊ എത്ര കിട്ടി? കച്ചവടക്കാരന് താജറും കിട്ടി, ഇപ്പൊ സൗദാഗറും കിട്ടി അല്ലേ? അപ്പൊ ജിസ്മുഅല്ലെ എവിടെയാണ് നമ്മുടെ വീട് ഉണ്ടായിരുന്നത്? അവിടെ തന്നെ ഒരു രഹ്താത്ത താമസിക്കുന്നുണ്ടായിരുന്നു. ആരേക്ക് സൗദാഗർ ഒരു കച്ചവടക്കാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുട്ടികളെ അടുത്തെന്താ പറയണത്? ഇങ്ങനെ സൗന്ദര്യാണ്. ഏക്ക് ദുഖ്തർത്തി ഏക്ക് ദുഖ്തർത്തി ഉസ്കി ഏക്ക് പറഞ്ഞ ഒന്ന്, ദുഖ്തർ പറഞ്ഞാണ് ദുഖ്തർ എന്ന് പറഞ്ഞാല് പിന്നെ ലടുക്കി എന്നാണ് അർത്ഥം കേട്ടോ. ദുഖ്തർ തീ ഉസ്കി മാഹി ജബീൻ എന്താണ്? മാഹി ജബീൻ എന്താണ്? ഏക് ദുഖ്തർത്തി ഒരു പിന്നെ പെൺകുട്ടി ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു. മകള് ബേട്ടി ദുഖ്തർ പറഞ്ഞ ബേട്ടി. അപ്പൊ ഏക് ദുഖ്തർത്തി ഒരു മകളുണ്ടായിരുന്നു. എങ്ങനത്തെ മകൾ എന്നറിയോ? ഉസ്കി അവർക്കൊരു മകൾ ഉണ്ടായിരുന്നു. എങ്ങനത്തെ? മാഹ് എന്നാണ്. മാഹ് പറയും. മാഹ് ചന്ദ്രൻ അല്ലേ? പിന്നെ മാഹി ജബീൻ എന്ന് പറഞ്ഞാലോ ചന്ദ്രനെ പോലെ മുഖമുള്ള, അതായത് അതിസുന്ദരിയായ മഹജബീൻ പറയും. നമ്മള് ഒരു ഊടനെ കാണുമ്പോൾ എന്താണ്? മഹജബീൻ ക്യാ കഹന മഹജബീൻ കലി അറിയാനോ? ശരിക്കും എന്താണ്? അതിസുന്ദരിയാണ് പറയാറില്ലേ? അതേമാതിരി ഏക്ക് ദുഖ്തർത്തി ഒരു മകളുണ്ടായിരുന്നു, ഉസ്കി അവർക്ക് ആർക്ക്? സൗദാഗറിന്. എങ്ങനത്തെ മകളെന്നറിയോ? മാഹിജബീനായ അതിസുന്ദരിയായ ചന്ദ്രനെ പോലെ മുഖമുള്ള, ജബീൻ പറഞ്ഞ നെറ്റിത്തടന്നാണ് അർത്ഥം. അപ്പൊ നല്ല മുഖമുള്ള ചന്ദ്രനെ പോലെ മുഖമുള്ള ഒരു മകളുണ്ടായിരുന്നു. മകള് ഉണ്ടായി. ദുഖ്തർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ ഇപ്പൊ അടുത്ത് എന്റെ ക്ലാസ്സില് ഷാസിയ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ നിക്കാഹ് ഉണ്ടായിരുന്നു. ആ നിക്കാഹിന് അപ്പൊ ഞങ്ങളെ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്തു, അവിടെ പിന്നെ എന്തിട്ടും വിവാഹക്ഷണക്കത്ത് ദാവത്നാമ എന്ന് പറഞ്ഞാല് ക്ഷണക്കത്ത്, വിവാഹക്ഷണക്കത്ത് ചെയ്തിട്ടിരുന്നു. അപ്പം അതിന്റെ എന്തുണ്ട്? ലാസ്റ്റ് ഇതിന്റെ അമാരി ദുഖ്തറെ നേക്ക് അഖ്തർ എന്ന് പറയുന്നത്. ദുഖ്തർ പറഞ്ഞാണ് മകളിലെ. അപ്പൊ മാതാപിതാക്കൾ പറയും ഞങ്ങളെ മകനെ നമ്മൾ സാധാരണ പറയില്ല, നമ്മളുടെ മകൾ എന്ന് പറയാ. പക്ഷെ ഉറുദുവിൽ പോലെ ഇങ്ങനെ പറയണ എങ്ങനെ അറിയോ? എന്താണ്? അമാര് ദുഖ്തറെ നേക്ക് അഖ്തർ, ഞങ്ങളുടെ ദുഖ്തറെ നേക്ക് അഖ്തർ പറഞ്ഞാണ് നല്ല സ്വഭാവക്കാരിയായ ഞങ്ങളുടെ മകളുടെ കല്യാണം. ഞങ്ങളുടെ അപ്പൊ ചെയ്യേണ്ടപ്പോ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ അതിന് ഓടെ പേര് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നേക്ക് അഖ്തർ ആരാണ്? ദുഖ്തർ മനസ്സിലായി, നേക്ക് അഖ്തർ ആരാണ് മനസ്സിലായി പറഞ്ഞു ചോദിച്ചു. അപ്പൊ എല്ലാരും പിന്നെ അപ്പൊ ദുഖ്തറെ നേക്ക് അഖ്തർ നമ്മൾ അങ്ങനെ ആരെങ്കിലും എഴുതു ക്ഷണക്കത്തില്? നമ്മളെ സൽസ്വഭാവിയ ഞങ്ങളുടെ മകളുടെ കല്യാണമാണ് നടക്കുന്നത് അങ്ങനെ പറയൂ. പക്ഷെ ദുഖ്തർ പറഞ്ഞാൽ അത് ഓരോ നാട്ടിലും ഓരോ ശൈലിയുണ്ടാവില്ലേ, അതിന്റെ ഒരു ഭാഗമായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഓടെ പേര് ചെയ്തില്ല. അപ്പൊ നേക്ക് ആരാണ് ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു. നല്ല സൽസ്വഭാവി. അപ്പൊ അഖ്തർ പറഞ്ഞ നക്ഷത്രം നടത്തും. നല്ല നക്ഷത്രം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവക്കാരിയാണ്, എല്ലാം തികഞ്ഞവള് നടത്തും. അപ്പൊ ഏക് ദുഖ്തർ തീ ഉസ്കി മാഹി ജബീൻ ആണ് ചന്ദ്രനെ പോലെ മുഖമുള്ള. ഉസ്കി എന്തെങ്ങനെ അതിനർത്ഥം? ഉസ്കി ദുഖ്തർ മാഹി ജബീൻ തീ അവരുടെ മകള് എങ്ങനെയായിരുന്നു? അതിസുന്ദരിയായിരുന്നു. ഷാദി ഉസ്കി നെഹി ഹോയി തീ കഹീം. ഷാദി പറഞ്ഞാൽ കല്യാണം അല്ലെ? ഉസ്കി നെഹി ഹോയി തീ കഹി പറഞ്ഞാൽ എവിടെയും. ഷാദി ഇതിന്റെ ഓർഡർ അങ്ങനെയല്ല, നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് നോക്കാം. ഷാദി ഉസ്കി നെഹി ഹോയി തീ കഹി. എന്താ കഹി എന്ന് പറഞ്ഞാല്? എവിടെയും അല്ലെ? കഹി എന്ന് പറഞ്ഞാല് എവിടേക്കും അവിടെ നിന്നില്ല, കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, അവിടെ അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ആര്? ഈ മകള്. പിന്നെ എന്ന് പറയുന്നത് സാനി രക്തി നത്തി വോ സൂറത്തുമേ. സാനി രക്തി തി സൂറത്തുമേ എന്ന് പറഞ്ഞാണ്. സാനി രക്ന എന്ന് പറഞ്ഞാണ്. സാനി രക്ന എന്ന് പറയുന്നതാണ് തുല്യ. സാനി എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ രണ്ടാമത് പറയില്ലേ?
അപ്പൊ പറയാം തസ്നി തസ്നി എന്താണ് തസ്നി എന്താണ് റോഷൻ ഖയാലി മേ യാ അല്ലെങ്കിൽ എന്താണ് ലിഖ്നെ യാ പഠനെ മേ കോയി സാനി നഹി രക്തി എന്ന് പറഞ്ഞാണ് തസ്നി വായിക്കുന്നതിലും പഠിക്കുന്നതിലും പിന്നെ മറ്റൊരാളില്ല. സാനി രക്ന എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഉണ്ടായിരിക്കുക, മറ്റൊരാള് ഉണ്ടായിരിക്കും. നേരെ നോക്കട്ടോ, ഈ പ്രയോഗം നേരത്തിൽ മനസ്സിലാക്കി. സാനി രക്ന എന്ന് പറഞ്ഞാല് മറ്റൊരാൾ ഉണ്ടായിരിക്കുക, അത് പകരക്കാരന് ഉണ്ടായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ലാ സാനി എന്ന് പറഞ്ഞാലോ, ലാ സാനി എന്ന് പറഞ്ഞാല് അതുല്യമായ പകരമില്ലാത്ത ഒരാളിന് എന്ന് പറയുന്ന യുണീക്ക് എന്ന് പറയും അല്ലെ. പിന്നെ ഇതിന് നമ്മൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല, ലാ ജവാബ് പഠിച്ചിട്ടില്ലേ നമ്മള് തസ്നിയെ? ലാ ജവാബ്, ലാ ജവാബ് എന്ന് പറയുന്നത് പകരം അതന്നെയാണ് ഇതിന്റെ അർത്ഥം, സാനിന്റെ അർത്ഥം. മനസ്സിലായോ? സാനി രക്കിന എന്ന് പറയുന്നത് പകരക്കാരന് ഉണ്ടായിരിക്കുക. ഇനി കൊടുക്കുക സാനി രക്തി നത്തി, പകരക്കാരന് ഇല്ലായിരുന്നു. എന്തിന്? വോ സൂറത്തുമേ എന്താണ് അവള് സൂറത്ത് പറഞ്ഞാൽ സൂറത്ത് സൂറത്ത് ആ രൂപത്തില് എന്താണ് ബുദ്ധിയിലല്ല, രൂപത്തില് എന്താ പകരക്കാരി ഇല്ലാത്ത, അവളുടെ നാട്ടില് പകരക്കാരില്ലാത്ത അത്രക്കും എന്താണ് അതിസുന്ദരിയായിരുന്നു. മാത്രമോ സാനി രക്തി നത്തി സൂറത്തുമേ, രൂപത്തില് അവൾക്ക് പകരം വെക്കാൻ മറ്റൊരാൾ ഇല്ലായിരുന്നു. സാനി രക്ന അത് എഴുതി വെക്കട്ടോ. സാനി രക്ന എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഉണ്ടായിരിക്കുക, പകരക്കാരൻ ഉണ്ടായിരിക്കുക. സാനി രക്ന എന്ന് പറഞ്ഞാൽ പകരക്കാരൻ ഇല്ലാതിരിക്കുക. പിന്നെ രക്തി നത്തി എന്ന് പറഞ്ഞാല് പകരക്കാരൻ ഇല്ലായിരുന്നു. അവൾക്ക് പകരക്കാരുണ്ടായ സൂറത്തുമേ, രൂപത്തില് അവൾക്ക് പകരക്കാരന് മറ്റൊരാളും ഉണ്ടായിരുന്നില്ല. അടുത്തത് മാത്രല്ല ഗൈറത്ത് പറഞ്ഞ ലജ്ജയായിരുന്നു. ഗൈറത്ത് ഹൂർത്തി ഹൂർ പറഞ്ഞാണ് ഹൂരികൾ അല്ലെ, അതിസുന്ദരിയായ സ്വർഗീയ വനിതകൾക്കാണ് എന്ത് പറയുക? ഹൂർ എന്ന് പറയാ അല്ലെ, ഹൂറി ഒക്കെ പറയാം. അപ്പൊ അത് വളരെ ഫേമസ് ആയില്ലേ, അത് എല്ലാ നാട്ടുകാർക്കും അറിയാം, എല്ലാ മതക്കാർക്കും അറിയാം അല്ലെ ഹൂറികള്. നോക്കുമ്പോ അങ്ങനെ വൈറത്തെ ഹൂർ അത്ര ഫേമസ് ആയത്. വൈറത്തെ എന്ന് പറഞ്ഞാൽ വൈറത്തെ അന്തസ് അല്ലെ, ലജ്ജ. വൈറത്തെ അന്തസ് എന്നർത്ഥം, അഭിമാനം ഒക്കെ ഗൈറത്ത് പറയാം. ഗൈറത്തുമന്ത് ആദമീഹേ എന്ന് പറയുന്നത്, ആദമീഹേ എന്ന് പറഞ്ഞാൽ നമ്മള് അഭിമാനമുള്ള, നമ്മള് എന്താണ് അന്തസ്സുള്ള പിന്നെ ആളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഗൈറത്തെ ഹൂർ എന്ന് പറഞ്ഞാലോ, ഇവിടെ ലജ്ജ എന്ന് വെച്ചാൽ കേട്ടോ. ഗൈറത്തെ ഹൂർത്തി എന്ന് പറഞ്ഞാലോ പിന്നെ ഹൂറികളെ പോലും ലജ്ജിപ്പിക്കുന്നവളായിരുന്നു. ഹക്കീകത്തുമേ പറഞ്ഞാലോ, ഹക്കീകത്തുമേ പെട്ടെന്ന് പറയും. സത്യത്തിൽ ഓൾ ആരാണ്? സാനി രക്തീനത്തീവു സൂറത്തുമേ, അവൾക്ക് പകരക്കാരനില്ലായിരുന്നു. രൂപത്തിൽ അവൾക്ക് ഇല്ല, പകരക്കാരനില്ലായിരുന്നു ആ നാട്ടില്. പിന്നെ ആരുമായിരുന്നു? ഗൈറത്തെ ഹൂർത്തി എന്താണ്? ഗൈറത്തെ ഹൂർത്തി എന്ന് പറഞ്ഞാല് അതിസുന്ദരികളായ സ്ത്രീകൾക്കാണെന്ന് പറയാ. പിന്നെ ഹൂരികൾ എന്ന് പറയാം സ്വർഗീയ വനിതകള്. ആ സ്വർഗീയ വനിതകളെ പോലും ലജ്ജിപ്പിക്കുമായിരുന്നു. ഹക്കീക്കത്തുമേ, സത്യത്തില് സ്വർഗീയ വനിതകളെ പോലും എന്തുമായിരുന്നു? ലജ്ജിപ്പിക്കുമായിരുന്നു. അപ്പൊ അത്രക്കും ഉഷാറാണ് ആര് പറയണത്? ഷോക്ക് പറയണത്. ഈ നോക്കുക അടുത്തത് സബ്സ് നഖ്ലെ ഗുൽ ജവാനീതി എന്ന് പറഞ്ഞാൽ സബ്സ് പച്ചപ്പുള്ള അല്ലെ. നഖല് പറഞ്ഞാലോ, നഖൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനം. പിന്നെ നഖലെ നമ്മൾ പഠിച്ചില്ലേ. നഖലെ ഗുൽ എന്ന് പറഞ്ഞാലോ ഈത്തപ്പനയുടെ പച്ചപ്പുള്ള ആ പിന്നെ എന്തായിരുന്നു ഉള്ളതുപോലെയുള്ള ജവാനി പറഞ്ഞാണ് യുവത്വം ആയിരുന്നു ആർക്കുള്ളത്? അതായത് പിന്നെ പച്ചപ്പുള്ള ഈത്തപ്പനയുടെ ആ പൂവുണ്ടാവൂലേ, അതായത് ഹരിതാപമായ ആ പൂവിനെ പോലെയായിരുന്നു ആര്? അവളുടെ ജവാനീത്തി. പിന്നെ അവരുടെ എന്താണ് ജവാനീത്തി, അവരുടെ യുവത്വം
ഹുസ്നെ യൂസുഫ് നമ്മളെല്ലാവർക്കും അറിയില്ലേ? ഹുസ്നെ യൂസുഫ് എന്ന് പറഞ്ഞതാണ് എല്ലാ നാട്ടുകാർക്കും അറിയാം. ഹുസ്നെ യൂസുഫ്, സൗന്ദര്യം അല്ലെ? ഹുസ്നെ യൂസഫ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? ഹുസ്നെ യൂസഫ് അല്ലെ? യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം, അതുപോലെ വാപ്പിട് മുറിച്ചത്, അത് ഇത് കുറച്ചോനെ ഒരുപാട് കഥകൾ ഖുർആൻ തന്നെ ഉസാറാക്കി അടിച്ചു പൊളിച്ചത് ചെയ്തു. കഥകൾ പറഞ്ഞിട്ടുണ്ട്. അത്രക്ക് നല്ല കഥകളിൽ അഹ്സനുൽ ഖസസാണ് ആര് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞത് അല്ലേ? അല്ലാഹു തആല പറഞ്ഞതാണ് കഥകളില് ഏറ്റവും മനോഹരമായ കഥ ഏത്? ഖുർആനിൽ പറഞ്ഞത് അല്ലേ? പ്രണയ കഥ. മനസ്സിലായി? ഏതാണ് സൗന്ദര്യത്തിന്റെ? ഏത് കഥയാണ്? യൂസുഫ് അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഹുസ്നെ യൂസുഫ്, അതിന് തുല്യത ഇല്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, ഈ പിന്നെ സരീഷ് ഖുറാണ് ഞാൻ പറയുന്ന ഈ കഥാകാരിയില്ലേ, ഈ പെണ്ണില്ലേ, ഈ പെണ്ണിന്റെ മുമ്പിൽ ഹുസ്നെ യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം എന്താണ്? പക്കത്ത് പറഞ്ഞാണ് പക്കത്ത് മേനെ ചഹാത്ത അല്ലെ എന്നാണ്. കഹാനീതി എന്ന് പറഞ്ഞ എന്താണ്? ഹുസ്നെ യൂസഫ് പക്കത്ത് കഹാനീതി, യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം വെറും ഫക്കത്ത് പറഞ്ഞാണ്. മറന്നോ? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം വെറും എന്ത് ചെയ്തു? കഥയായിരുന്നു. അതായത് ഒരാള് സാറായി ഉദാഹരണം നമ്മളിപ്പോ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നടനാരാണ്? മമ്മൂട്ടിയാണ്. അപ്പൊ ഇനി മമ്മൂട്ടിയുമായി വലിയൊരാൾ വന്നു കരുതിക്കോ, മമ്മൂട്ടിയുടെ നടനെ എല്ലാവരും എന്ത് ചെയ്യും? മറന്നുപോയിട്ടുണ്ടാവും. അതൊരു കഥയായിട്ട് തീർന്നുണ്ടാവും അല്ലേ? തീർന്നുണ്ടാവില്ലേ? അതേമാതിരി ഇതുവരെ യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ മകള് സൗദാഗറിന്റെ മകള് വന്നപ്പോ യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം ചെയ്തു ഒരു കഥയായി തീർന്നു. അതിനിപ്പോ പ്രസക്തി ഇല്ല. അതിനിപ്പോ എന്തില്ല? അതോ കഹാനി വകയിൽ എന്ന് പറഞ്ഞാൽ അത് കഥയായി തീർന്നു. അത് കഥയല്ലേ? ഇപ്പൊ കാര്യം ഇപ്പൊ നമ്മൾ പുതിയത് വന്നില്ലേ, പറയാറില്ലേ? അപ്പൊ എന്താണ്? യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം പോലും എന്തില്ല അവരുടെ മുമ്പിൽ ഒന്നുമല്ല. അപ്പൊ ഉറുദുവിൽ പറയാറുണ്ട് യൂസഫ് സാനി എന്ന് പറഞ്ഞാണ് തസ്നി എന്താണ്? പിന്നെ യൂസഫ് സാനി എന്നാണ് മിസാനിയക്കാർ. യൂസഫ് സാനി എന്ന് പറഞ്ഞാല് അതുല്യമായ ആൾക്ക് എന്ന് പറയുന്നതാണ് ഉറുദുവില്. തസ്നി എഴുതി വെച്ചോ, യൂസഫ് സാനി എന്ന് പറയുന്നതാണ്. എന്താണ്? മിസാഹിയ നിഗാർ മുസ്താഖ് അഹമ്മദ് യൂസുഫി. എന്റെ മാഡത്തിന്റെ കിതാബിന്റെ പേരാട്ടോ മുഷ്താഖ്. ഞാൻ മേടിക്കണം കരുതിയാണ്. മുസ്താഖ് അഹമ്മദ് മേടിക്കും. അഹമ്മദ് യൂസുഫി യൂസഫ് മിസാഹിയ നിഗാരിക യൂസഫ് ലാസാനി ട്ടോ. എന്താണ്? പകരം വെക്കാത്ത വ്യക്തിയാണ്. മുപ്പരുടെ കിതാബിന്റെ പേരാട്ടോ, മേഡത്തിന്റെ കിതാബിന്റെ പേരാണ് പിന്നെ മുസ്താഖ് അഹമ്മദ് യൂസുഫി. ഹാസ്യരചനയിലെ അതുല്യ വ്യക്തിത്വം. എന്താ പറയാ? യാസിരചനയിലെ യൂസഫ് ലാസാനി ട്ടോ. യൂസഫ് സാനി പറഞ്ഞാല് അതുല്യമായ വ്യക്തിത്വത്തിന്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? അതുല്യമായ സാനി രക്ന നമ്മൾ പഠിച്ചു, ലാജവാബ് പഠിച്ചു, യൂസഫ് ലാസാനി പഠിച്ചു അല്ലെ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പിന്നെ അതുല്യമായ വ്യക്തിത്വത്തിന് സൂചിപ്പിക്കുന്ന ഉറുദുവിലെ പദങ്ങളാണ് അല്ലെ? ഏതൊക്കെയാണ് പദങ്ങൾ ഒന്ന് പറഞ്ഞു തരും? ലാജവാബ്, ലാസാനി, യൂസഫ് ലാസാനി. ഇനി ഒരുപാട് വാക്കുകളുണ്ട് അല്ലെ? ബേമിസാൽ, ബേനസീർ അല്ലെ? ഒക്കെ ഒരുപാട് വാക്കുകൾ. ഇതൊക്കെ എന്താണ്? അതുല്യമായ വ്യക്തിത്വത്തിന് നമ്മൾ ഉറുദുവിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ട്ടോ. ഓക്കെ, ബിസ്മില്ലാ. അപ്പൊ സബ്സ് നഖ്ലുൽ ജവാനീത ഉസ്നെ യൂസഫ് ഫഖത് കഹാനീത. ഏക് മർത്തബ ഒരിക്കല്. അപ്പൊ ഇതാണ് കഥ. അപ്പൊ നിങ്ങൾ ഒരു സൗദാഗർ ഉണ്ടായിരുന്നു. എവിടെ? ഈ കവി മീർസ ഷോക്ക് താമസിച്ചിരുന്ന വീടിന്റെ അടുത്ത് എന്തായിരുന്നു? ഒരു സൗദാഗർ ഉണ്ടായിരുന്നു. ആ സൗദാഗറിന് നല്ല സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യത്തിന് ലാജവാബായിരുന്നു. തുല്യതയില്ലാത്ത അതുല്യമായ സൗന്ദര്യത്തിനുടമയായിരുന്നു ആര്? ആ സ്ത്രീ. ഇനി നോക്കാം, ഇനി കഥ എങ്ങനെയാണ് പോണെന്ന് നോക്കാം. ഏക് മർത്തബ ഒരിക്കൽ. ഏക് മർത്തബ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, ഒരു തവണ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. മർത്തബ എന്ന് പറഞ്ഞാല് ബാർ അല്ലെ? തവണ, ഒരിക്കൽ. മഹജബീൻ എന്ന് പറഞ്ഞാല് സുന്ദരി അല്ലെ? സുന്ദരി. സ്പീഡിൽ പോണട്ടോ. ഓക്കെ. ഏക് മർത്തബ ഒരു ദിവസം. മഹജബീൻ अपनी सहेलियों के साथ, सहेली പറഞ്ഞാൽ ഷംന ആറിയൽ
കൂട്ടുകാരി എല്ലാവർക്കും അറിയാം. സഹേലി പറഞ്ഞാല് കൂട്ടുകാരി, ഇംഗ്ലീഷിൽ എന്താ പറയാ? അപ്പൊ മൂന്ന് അപ്പിനെ സഹേലിയോं സാത്ത്, തന്റെ കൂട്ടുകാരികളോടൊപ്പം ചത്ത് പർ ഗയി. ചത്ത് എന്ന് പറയുന്നത് ചത്ത് ചത്ത് മേൽക്കൂര. നമ്മള് റോഡിനാമയിൽ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇല്ലേ? ചത്ത് എന്ന് പറഞ്ഞാല് മേൽക്കൂര. മേൽക്കൂര ഇഷ്ടംപോലെ വരും കേട്ടോ. ചത്ത് പർ ഗയി തീ, ചത്ത് പർ ഗയി. ഉസ്കി നസർ, അവളുടെ കണ്ണ്. പടൂസ്കെ, പടൂസ്കെ എന്ന് പറഞ്ഞാൽ അയൽപക്കത്തുള്ള. പടൂസി ആണ് അയൽപ്പക്കക്കാരന് അല്ലെ? പടൂസി പറഞ്ഞാല് അയൽപ്പക്കക്കാരന്. എന്നാ അയൽപ്പക്കക്കാരിക്ക് എന്താ ഉറുദുവിൽ പറയാ? ഇപ്പോൾ ഞാൻ പറയും, പറയാൻ പുതിയത് വയ്യ, പറയട്ടെ. പടൂസൻ, പടൂസൻ എന്താ പറയാ? പടൂസൻ. പടൂസി പറഞ്ഞാല് അയൽക്കാരന്, പടൂസൻ പറഞ്ഞാലോ അയൽക്കാരി. ഓക്കെ. അപ്പോ ഇതെന്താണ്? പടൂസ്കി എന്ന് പറഞ്ഞാലോ സമീപത്തുള്ള. പടൂസ്കെ പറഞ്ഞ സമീപത്തുള്ള, അയൽപക്കത്തുള്ള. ഈ ഷായിസ്ത, ആയിസ്ത എന്ന് പറയുന്നത് കറങ്ങുന്ന പെട്ടെന്ന്. ഷായിസ്ത കുലീനനായ, അങ്ങനെ കുലീനനായ, അതായത് കുലീനൻ എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നനായ ആൾക്കെന്ന് പറയാ കുലീനനായ. ഷായിസ്ത ഗീസ പേഷ് ആവോ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് പെരുമാന്യതയുള്ള കുലീനനായ. നേരെ ഇരിക്കട്ടോ. ഷായിസ്ത സബാന പറഞ്ഞാൽ മാന്യമായ ഭാഷ അല്ലെ? ഷായിസ്ത അതായത് കുലീനനായ, മാന്യനായ ഒക്കെ വേണമെങ്കിൽ വെക്കട്ടോ. ഷായിസ്ത പുതിയ വാക്കാണ് കേട്ടോ. ഷായിസ്ത. പിന്നെ തൈലീം യാഫ്ത. എന്താ തൈലീം യാഫ്ത പറഞ്ഞാല്? ഇതൊക്കെ നമ്മൾ എത്രയും തവണ പറഞ്ഞാട്ടോ. യാഫ്ത, തൈലീം പറഞ്ഞ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം അപേക്ഷിച്ച ആൾക്ക് എന്ന് പറഞ്ഞാൽ ലഭിച്ച ആൾക്ക് എന്ന് പറയുന്നത് തൈലീം യാഫ്ത എന്ന് പറയും അല്ലെ? അവാർഡ് യാഫ്ത എന്ന് പറഞ്ഞാലോ അവാർഡ് ലഭിച്ച ആള് അല്ലെ? അപ്പൊ ഇതിന് ഇഡിയില്ലേ, ഇംഗ്ലീഷില് ഇഡി, എഡ്യൂക്കേഷൻ, എഡ്യൂക്കേറ്റഡ്, എഡ്യൂക്കേറ്റഡ് ഇല്ലേ? ഇഡിയുടെ സ്ഥാനത്താണ് യാഫ്ത ഉപയോഗിക്കുക കേട്ടോ. ഉദാഹരണം പിന്നെ തെർക്കി പറഞ്ഞ വികസനം അല്ലെ? തെർക്കി യാഫ്ത എന്ന് പറഞ്ഞാലോ പറഞ്ഞ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഡെവലപ്ഡ് അല്ലെ? എന്താ പറയാ? ഡെവലപ്ഡ് അല്ലെ? അതേമാതിരി തൈലീം യാഫ്ത എഡ്യൂക്കേറ്റഡ്. അപ്പോ ഷായിസ്ത കുലീനനായ, പിന്നെ ഒരു തൈലീം യാഫ്ത വിദ്യാഭ്യാസ സമ്പന്നനായ. ലടുക്കെ പെർ പടുകയി, ഒരു ആൺകുട്ടിയുടെ മേൽ എന്ത് ചെയ്തു? അവരുടെ കണ്ണെന്ത് ചെയ്തു? പടിന, പടുകയി പതിച്ചു. ഓർ പിന്നെന്താ സംഭവിച്ചു നോക്കാം. ഓർ ദോനും രണ്ടുപേരും ഏക് ദൂസരേക്ക് അന്യോന്യം, ഏക് ദൂസരേക്ക് അന്യോന്യം എന്ത് ചെയ്തു? പരസ്പരം എന്ത് ചെയ്തു? ഇഷ്ക് മേ മുബ്തല ഹോ ഗയേ. ഇഷ്ക് എന്ന് പറഞ്ഞാൽ പ്രണയം. മുബ്തല ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? മുബ്തല ഹോന, മുബ്തല ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രണയത്തിൽ എന്ത് ചെയ്തു? അകപ്പെട്ടു പോയി. പ്രണയത്തിൽ എന്ത് ചെയ്തു? അകപ്പെടുക. ഇടങ്ങേറുള്ള സംഭവത്തിൽ അകപ്പെട്ടാൽ, ഉദാഹരണം ബീമാരി മുബ്തല ഹോ ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? ബീമാരി മേ മുബ്തല, രോഗത്തിൽ എന്ത് ചെയ്തു? അകപ്പെട്ടു പോവുക. രോഗത്തിൽ എന്ത് ചെയ്തു? അകപ്പെട്ടു പോകുന്നതിന് എന്താ പറയാ? പിന്നെ മുബ്തല ഹോന എന്ന് പറയുക. ഇടങ്ങേറായ സംഘത്തിൽ നമ്മൾ കുടുങ്ങിനാണ് എന്ത് പറയാ? തസ്നിയെ മുബ്തല ഹോന എന്ന് പറയാട്ടോ. മബ്തല എന്ന് പറയരുത്, മുബ്തല ഹോന എന്ന് പറയാട്ടോ. അപ്പം ഇവരെന്ത് ചെയ്തു? ഒരു ദിവസം എന്ത് ചെയ്തു? പിന്നെ തട്ടുമോൾ കയറി. അങ്ങനെ അയൽപക്കത്തുള്ള നല്ല ഷായിസ്ത, പിന്നെ എങ്ങനെ തൈലീം യാഫ്ത, ലടുക്കെ പെർപ്പെടുകയും ഒരു ആൺകുട്ടിയുടെ മേലെന്ത് ചെയ്തു? അവരുടെ കണ്ണെന്ത് ചെയ്തു? ചെന്ന് പതിച്ചു. പിന്നെ സംഭവിക്കാനുള്ള സംഭവിച്ചു. എന്താണ്? ദോനോ ഏക് ദൂസരേക്ക് എന്ത് ചെയ്തു? ഇഷ്ക് മേ മുബ്തല ഹുയി. രണ്ടുപേരും എന്ത് ചെയ്തു? പരസ്പരം എന്ത് ചെയ്തു? പ്രണയത്തിൽ എന്ത് ചെയ്തു? അകപ്പെട്ടു പോയി, കുടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഉറുദുവില് ഈ ചത്തുന്നില്ലേ, ചത്ത്, പിന്നെ ചത്ത് എന്താണ്? വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ചത്ത് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ടാവുക? ആരുണ്ടാവുക? മാഷൂക്ക ഉണ്ടാവുക, മാഷൂക്ക ഉണ്ടാവുക. മനസ്സിലായില്ലേ? പിന്നെ അധികം ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട്? ഇങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവരെന്ത് പരസ്പരം ഇത് നോക്കി, പരസ്പരം നോക്കി ഉടനെ ഇവരെന്ത് ചെയ്തു? നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ല പിന്നെ തസ്നീജ് കണ്ണും കണ്ണും ഒരു പാട്ടല്ലേ? അതേമാതിരി തോന്നില്ലേ? ഓക്കെ. പിന്നെ അതോടെ കഴിഞ്ഞു. അവരെന്ത് ചെയ്തു? പരസ്പരം എന്ത് ചെയ്തു? പ്രായത്തിൽ എന്ത് ചെയ്തു? അകപ്പെട്ടു പോയി. അടുത്തത്
മാമാക്കെ ജരിയ, അടുത്ത പേരാട്ടോ, മാമാക്കെ ജരിയെ ലടുക്കീനെ ഹത്ത് ബിജ്വാക്കർ. ഹത്ത് ബിജ്വാക്കർ എന്ന കത്ത് അയച്ചിട്ട്, ഹത്ത് പറഞ്ഞ കത്തിലെ, ജരിയ എന്ന് പറഞ്ഞാൽ മുഖേന, അറിയില്ലേ ജരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മുഖേന. മാമാക്കെ ജരിയ എന്ന് പറഞ്ഞാലോ ഷൗക്ക് വേണ്ട കേട്ടോ, അവിടെ ഷൗക്ക് അവിടെ വിട്ട്, അവിടെ വേണ്ട. മാമാക്കെ ജരിയ എന്ന് പറഞ്ഞ മാമ മുഖേന എന്ത് ചെയ്തു, ലടുക്കീനെ, ലടുക്കി എന്ത് ചെയ്തു, ഹത്ത് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി വാട്സപ്പിലല്ലെന്ന്, പിന്നെന്താണ് കത്തല്ലേ. അപ്പൊ കത്ത് ബിജ്വാക്കർ എന്ന കത്ത് അയച്ചിട്ട് അപ്പിനി മൊഹബത്ത് ക ഇസ്ഹാർ കിയ. അപ്പൊ ഇവിടെ ആരാണ് പ്രണയം തുടങ്ങിയിരിക്കുന്നത്, ആരാണ് ഈ പെൺകുട്ടിയാണ് എന്ത് ചെയ്യുന്നത്, തുടങ്ങി വെക്കുന്നത് കേട്ടോ. ഓക്കെ, മാമാക്ക് ജരിയ ലടുക്കീനെ, മാമയെ മുഖേന ലടുക്കി എന്ത് ചെയ്തു, കത്ത് എഴുതിയിട്ട് തന്റെ പ്രണയത്തെ എന്ത് ചെയ്തു, അപ്പിനി മൊഹബത്ത് ക, തന്റെ പ്രണയത്തെ എന്ത് ചെയ്തു, പ്രകടിപ്പിച്ചു, തന്റെ പ്രണയത്തെ പ്രകടിപ്പിച്ചു. അപ്പിനി മൊഹബത്ത് ക ഇസ്ഹാർ കിയ. അടുത്തത് ഉസ്കെ ബാദ്, അതിനുശേഷം ഖത്തോ കിതാബത്ത് ക സിൽസില ശുറു ഹോ ഗയാ. ഖത്തോ കിതാബത്ത് ക സിൽസില എന്ന് പറഞ്ഞാല് കത്തെഴുത്തിന്റെ എന്ത് ചെയ്തു, കത്തെഴുത്ത്, ഖത്തോ കിതാബത്ത് പറഞ്ഞാല് കത്തെഴുത്ത്, ഖത്തോ കിതാബത്ത് പറഞ്ഞ എഴുത്ത്, ഖത്തോ കിതാബത്ത് പറഞ്ഞ കത്തെഴുത്ത് എന്ത് ചെയ്തു, കത്തെഴുത്തിന്റെ സിൽസില എന്ന് പറഞ്ഞാണ് സിൽസില പരമ്പര അല്ലെ. സിൽസില എന്ന് പറഞ്ഞാല് സിൽസില ഇവിടെ കേട്ടില്ലേ, പിന്നെ സിൽസില പറഞ്ഞ പരമ്പര. ഖത്തോ കിതാബത്ത് സിൽസില എന്ത് ചെയ്തു, ഖത്തോ കിതാബത്ത് സിൽസില ശുരു ഹോ ഗയ, ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ കത്തെഴുത്തിന്റെ പരമ്പര എന്ത് ചെയ്തു, ഇങ്ങനെ ആരംഭിച്ചു. മനസ്സിലായില്ലേ. അപ്പൊ പിന്നെ അവിടുന്ന് കത്തെഴുതും. അപ്പൊ അതിന് മനസ്സിലായി, അവനും കൂടി തിരിച്ചും കത്തെഴുതിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, കത്തെഴുത്തിന്റെ എന്ത് ചെയ്തു, കത്തെഴുത്തിലൂടെ അവരെന്ത് ചെയ്തു, പരസ്പരം എന്ത് ചെയ്തു, അറിയാൻ തുടങ്ങി അല്ലെ. ചുപ്കർ മാത്രമല്ല, ചുപ്കർ പറഞ്ഞാൽ ചുപ്പിന എന്ന് പറഞ്ഞാൽ മറച്ചിട്ട് അല്ലെ, ചുപ്പിന എന്ന് പറഞ്ഞാൽ മറയുക, ഒളിച്ചിട്ട് അല്ലെ. ചുപ്പിന എന്ന് പറഞ്ഞാലോ, എന്നാ ചുപ്കർ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്, രഹസ്യം ആരും അറിയാതെ. മുലാഖാത്തേം, മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, മുലാഖാത്തേം കണ്ടുമുട്ടലും, എന്താണ് കണ്ടുമുട്ടൽ എന്ത് ചെയ്തു, മുലാഖാത്തേം ബി ശുറു ഹോ ഗയി, പരസ്പരം സംഗമിക്കലും എന്ത് ചെയ്തു, സംഗമങ്ങൾ എന്ത് ചെയ്തു, ആരംഭിച്ചു. ചുപ്കർ എങ്ങനെയാണ് ചുപ്കർ പറഞ്ഞത്, ചുപ്പിന എന്ന് പറഞ്ഞാല് മറച്ചു വെക്കുക എന്നാണ്. ചുപ്കർ എന്ന് പറഞ്ഞാലോ മറച്ചിട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യമായി കേട്ടോ, രഹസ്യമായിട്ട് ആരും അറിയാതെ, വീട്ടുകാരും അറിയാതെ ഇവരെന്ത് ചെയ്തു, ഇവര് ആശുക്കും എന്ത് ചെയ്തു, കാമുകന്മാര് പരസ്പരം എന്ത് ചെയ്തു, കണ്ടുമുട്ടലെ സംഗമങ്ങൾ എന്ത് ചെയ്തു, ആരംഭിച്ചു. മഗർ പക്ഷേ ലടുക്കിക്ക് വാലിദൈൻ ഇസ് ഹഖീഖത്ത് സെ വാഖിഫ് ഹോ ഗയേ. മഗർ പക്ഷേ ലടുക്കിക്ക് വാലിദൈൻ എന്ന് പറഞ്ഞാല് പെൺകുട്ടിയുടെ മാതാപിതാക്കള് ഇസ് ഹഖീഖത്ത് സെ, ഹഖീഖത്ത് പറഞ്ഞത് ഹഖീഖത്ത് ഞാൻ പറഞ്ഞു, ഹഖീഖത്ത് പറഞ്ഞാൽ സംഭവം, യാഥാർത്ഥ്യം നോക്കെ. പക്ഷെ ഇങ്ങനെ ഉദാഹരണം തസ്നീനെ ഷബാനാക്കോ അപ്പിനി ഉൻകി ഷബാനാക്കി പുരാനി ഹക്കീക്കത്ത് യാദിലായി എന്ന് പറഞ്ഞതാണ്, അവരുടെ പഴയ സംഭവം അവിടെ നിന്ന് ഓർമ്മിച്ച അങ്ങനെയല്ലേ ഇരുന്നു, അങ്ങനെ പറയാറില്ലേ. ഉദാഹരണം അല്ലെങ്കിൽ പിന്നെ ഇമ്രാൻ ഖാനെ നവാസ് ഷെരീഫ് കോ ഉൻകി പുരാനി ഹക്കീക്കത്ത് യാദിലായി എന്ന് പറഞ്ഞ എന്താണ്, ഉൻകി പുരാനി ഹക്കീക്കത്ത് യാദിലായി എന്ന് പറഞ്ഞാല് അവരുടെ പഴയ സംഭവങ്ങൾ അവൻ എന്ത് ചെയ്തു, കൊണ്ട് ഓർമ്മിച്ചു. അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അഴിമതി ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ലേക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഹക്കീക്കത്ത് പറഞ്ഞാല് സംഭവം, കഥ എന്നാണ് അർത്ഥം കേട്ടോ. സംഭവം അല്ലെങ്കിൽ കഥ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോ മർദർ ലടുക്കിക്ക് വാലിദൈൻ, പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇസ് ഹക്കീക്കത്ത് സെ വാഖിഫ് ഹോ ഗയി, ഈ യാഥാർത്ഥ്യത്തെ പറ്റി എന്ത് ചെയ്തു, വാഖിഫ് ഓന എന്ന് പറയുന്നത്, വാഖിഫ് ഓന അറിയുക, വാഖിഫ് ഓന എന്ന് പറഞ്ഞാൽ അറിയുക, വാഖിഫ് ഹോ ഗയെ അറിഞ്ഞു. उन्होंने लड़की को बनारस भेजने का फैसला किया, അവരെന്ത് ചെയ്തു, उन्होंने അവര് ലड़की को ഈ പെൺകുട്ടിയെ ബനാറസ് भेजने का फैसला किया. भेजना എന്ന് പറഞ്ഞാൽ भेजना ഒക്കെ അറിയണല്ലേ, പിന്നെ അറിയാത്ത മാതിരി തോന്നിച്ചേ, അയക്കുക, ഭിജുവാന എന്ന് പറഞ്ഞല്ലോ അയക്കിപ്പിക്കുക അല്ലെ. ഓക്കെ, അപ്പൊ उन्होंने लड़की को बनारस भेजने का फैसला किया, ബനാറസ് അയക്കാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. ഫൈസല കർണ എന്ന് പറഞ്ഞാൽ ഫൈസല കർണ എന്ന് പറഞ്ഞാല് തീരുമാനിക്കുക അല്ലെ, തീരുമാനിക്കുക ഫൈസല കർണ. ഓക്കെ, അപ്പൊ പിന്നെ എന്താ പറഞ്ഞത്, ഉन्होंने लड़की को बनारस भेजने का फैसला कर लिया. ബനാറസിൽ എന്താണ്, പിന്നെ ലടുക്കിന് മാതാവ് ഉമ്മാന്റെ കൂടിയക്കാരൻ ചിലപ്പോ അവിടെ ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും, അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങട് അല്ലെ. മകർ ലടുക്കിക്ക് വാലിദൈൻ ഹഖീഖത്ത് സെ വാഖിഫ് ഹോ ഗയി, ഈ സംഭവത്തെ എന്ത് ചെയ്തു പറ്റിയിട്ട് അറിഞ്ഞു.
ഉനോനെ ലड़की को എന്ത് ചെയ്തു ബനാറസിലേക്ക് അയക്കാൻ എന്ത് ചെയ്തു തീരുമാനിച്ചു. ഉസ്സെ ലड़की को बहुत दिल बर्दाश्त हो गई. ഈ തീരുമാനം കൊണ്ട് എന്ത് ചെയ്തു ബഹുത്ത് വളരെയധികം എന്തായി ദിൽ ബർദാഷ്ത് ഹോന. ഇത് ദിൽ ബർദാഷ്ത് ഹോന, ബർദാഷ്ത് ഹോന എന്ന് പറയുന്നതാണ് സഹിക്കുക അല്ലെ. ദിൽ ബർദാഷ്ത് ഹോന എന്ന് പറഞ്ഞാലോ ദിൽ ബർദാഷ്ത് ഹോന, ദിൽ ബർദാ മനസ്സിന് അങ്ങേയറ്റം വിഷമം ഉണ്ടാവണേന്ന് എന്ന് പറയുന്നത് മേര ദിൽ ഉസ്താദ് കി യേ ബാത് സെ മേരി ദിൽ ബർദാഷ്ത് ഹുയി. എനിക്ക് വളരെ മനോവിഷമം ഉണ്ടാവുക അതിനെന്ത് പറയുന്നത് ദിൽ ബർദാഷ്ത് ഹോന എന്ന് പറയട്ടോ. മനോവിഷമം ഉണ്ടായി, അങ്ങേയറ്റം മനസ്സിന് വലിയൊരു സഹിക്കാൻ പറ്റാത്ത അതായത് മനോവിഷമം ഉണ്ടായി, അത്രമാത്രം പറഞ്ഞാൽ മതി. ദിൽ ബർദാഷ്ത് ഹോന എന്ന് പറഞ്ഞാൽ എഴുതി വെക്കിയത്. ഈ തീരുമാനം കൊണ്ട് ലड़की എന്ത് ചെയ്തു, ലड़की വളരെയധികം വിഷമിച്ചു, മനോവിഷമം ലड़की വളരെയധികം വിഷമം ഉണ്ടായി. ഉസ്നെ ജുദായി पर मौत को तरजीह देने का फैसला कर लिया. എന്ത് ചെയ്തു ഉസ്നെ, നിങ്ങളെ സംബന്ധിച്ചോളം ഇത് മനസ്സിലാക്കാൻ വളരെ ഒരു പ്രയാസം ഉണ്ടല്ലോ. കാരണം ഈ കാലഘട്ടത്തിൽ എന്താണ് സുലഭമായിട്ട് ഈ 2-1.5 വർഷം ലോക്ക്ഡൌണിന്റെ ഇടയിൽ എത്ര മരണങ്ങൾ അങ്ങനെ സംഭവിച്ചു അല്ലെ. അപ്പൊ ഉസ്നെ അദ്ദേഹം അവള് ആര് സൗദാഗറിന്റെ മകള് അല്ലെ. ഉസ്നെ ജുദായി पर പറഞ്ഞാലാണ് ജുദാ ഹോന വിരഹത്തിനെക്കാളും കാരണം എന്താണ് പിന്നെ ലड़किന്റെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ആരെ കാണാം, കാമുകനെ കാണാം. പക്ഷെ പിന്നെ ലड़किനെ ചെയ്തു ബനാറസിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാമുകനെ കാണാൻ കഴിയുമോ? കാമുകനെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? വിരഹല്ലേ. അപ്പോ ജുദായിപ്പർ എന്ന് പറയുന്നത് വിരഹത്തിനെക്കാളും ഇവിടെ ടു എന്ന് പറയില്ലേ, പിന്നെ ഐ പ്രിഫർ നേരെ നോക്കട്ടെ ഐ പ്രിഫർ എന്ത് കോഫി ടു ടീ എന്ന് പറയുന്നത് എന്താണ് അതിനർത്ഥം? ഞാന് ടീ ചായനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്? കോഫിയാണ്. ഇവിടെ ടൂന്റെ അർത്ഥം എന്താണ്? കാണുന്നല്ല അർത്ഥം. അതേമാതിരി ജുദായി പറഞ്ഞാലോ ജുദായിനെക്കാളും ജുദായിന്റെ മേൽ ഏതിനെ തെരഞ്ഞെടുത്തു? മൂത്തുക്കോ തർജീഹ് ദേന എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക. തർജീഹ് ദേന എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക. ജുദായി पर മൗത്തുക്കോ തർജീഹ് ദേന എന്ന് പറഞ്ഞാലോ വിരഹത്തിനേക്കാളും അവിടെ മുൻഗണന കൊടുത്ത ഏതിനാണ്? മരണത്തിനാണ് മുൻഗണന കൊടുത്തത്. തർജീഹ് ദേന എന്ന് പറഞ്ഞാല് മുൻഗണന കൊടുക്കുക. തർജീഹ് ദേന എന്ന് പറഞ്ഞാല് മുൻഗണന കൊടുക്കുക, തിരഞ്ഞെടുത്തത് ഏതിനാണ്? വിരഹത്തിന്റെ മേലില് മരണത്തിന് മുൻഗണന കൊടുത്തു പറഞ്ഞാൽ മരണത്തെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. മരിക്കാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു അല്ലെ. ഉദാഹരണം തെസ്സിനി എന്ത് ചെയ്തു? തെസ്സിനി പിന്നെ ഹിസ്റ്ററി पर तारीख पर हिस्ट्री अല്ലെ. താരീഖ് पर नफ्सियात को तरजीह दी എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? തെസ്സിനി പെട്ടെന്ന് പറയാം. സൈക്കോളജിക്ക് കൊടുത്തു. അതേമാതിരി വിരഹത്തിനേക്കാളും മരണത്തിന് എന്ത് ചെയ്തു? മുൻഗണന കൊടുത്തു. ഫിർ ആഖിരി മുലാഖാത്ത് പോയി. പിന്നെ എന്ത് ചെയ്തു? അവസാനം എന്ത് ചെയ്തു? ഫിർ ആഖിരി മുലാഖാത്ത് പോയി. അവസാനം സംഗമം എന്ത് ചെയ്തു? നടന്നു അല്ലെ. അവസാന സംഗമം എന്ത് ചെയ്തു? അവസാനമായിട്ട് എന്ത് ചെയ്തു? മുലാഖാത്ത് പോകാന്ന് പറഞ്ഞാല് ആഖിരി മുലാഖാത്ത് അവസാനമായിട്ട് എന്ത് ചെയ്തു? ഇവര് കണ്ടുമുട്ടി അല്ലെ. ലड़कीനെ കുട്ടി എന്ത് ചെയ്തു? അപ്പനെ ഫൈസലേസർ തന്നെ തീരുമാനത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? ലड़केको ആൺകുട്ടിക്ക് എന്ത് ചെയ്തു? ആഗാഹ് കർണ എന്ന് പറഞ്ഞാണ് അറിയിക്കുക. ആഗാഹ് കർണ എന്ന് പറഞ്ഞാല് അറിയിക്കുക. അപ്പോ ലड़की എന്ത് ചെയ്തു? തന്റെ തീരുമാനത്തെ കുറിച്ച് കുറിച്ചിട്ട് അപ്പനെ അപ്പൊ തന്റെ തീരുമാനത്തെ കുറിച്ചിട്ട് ലड़केको തന്റെ കാമുകനാകുന്ന ലड़केക്ക് എന്ത് ചെയ്തു? അപ്പനെ അറിയിച്ചു. ഒരു മുഖ്തലിഫ് നസീഹത്തെങ്കി ഒരുപാട് എന്ത് ചെയ്തു? ഉപദേശങ്ങൾ നൽകി. മുഖ്തലിഫ് നസീഹത്തിന് എന്ത് ചെയ്തു? നസീഹത്ത് പറഞ്ഞാണ് ഉപദേശങ്ങൾ എന്ത് ചെയ്തു? നസീഹത്ത് പറഞ്ഞാണ് ഒരുപാട് ഉപദേശിച്ച് അത് ചെയ്യരുത് കേട്ടോ, ഞാൻ പോവാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ വിരഹസിനെ അത് വല്ലാത്ത സംഭവം അത്രേ.
അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലവർ സഹിക്കുന്നവരുണ്ട്, ചിലവർ സഹിക്കാത്തവരുണ്ട് ഒരുപാട്, മനസ്സിലായില്ലേ? അപ്പൊ ഒട്ടുമിക്ക ആളുകൾക്കും എല്ലാം സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കഥകളായിട്ട് തോന്നുന്നത്, പക്ഷെ എന്റെ ഉള്ളറകളിലേക്ക് നഫ്സിയാത്ത് സൈക്കോളജിയെ പഠിക്കണത്. അപ്പൊ പിന്നെ കുറച്ച് എന്റെ സൈക്കോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ സംഭവങ്ങളെ കുറിച്ച് ഇത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മനസ്സിലാവും ഈ സംഭവങ്ങള്. കാരണം നമുക്ക് അതൊരു അങ്ങനെയാണ്, അവൾ അങ്ങനെ ഇങ്ങനെ പ്രണയം തുടങ്ങി കഴിഞ്ഞായിരിക്കോ അനക്കും അല്ല ഇത് ആഷിഖും മാഷിഖും വിചാരിച്ചാലോ ഉണ്ടാവില്ല, ഓലെ കയ്യിൽ നിന്ന് കൊടുത്തു വിട്ടു. എന്താണ് ഓലെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു കൊടുത്തു, മനസ്സിലായോ? ഇത് ഈ ലോകത്തിലെ ഒരേ ഒരു സംഗതി മാത്രമുള്ളൂ, ഇത് ഈ സംഗതി, മനസ്സിലായില്ലേ? ഇത് മനുഷ്യന്മാരെ നിയന്ത്രണത്തിൽ എന്ത് ചെയ്തു, രണ്ടാളും നിയന്ത്രിച്ചാലും ഉണ്ടാവില്ല, അത് ഉണ്ടാക്കൂല. ആഷിഖിനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് വിട്ടുപോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെന്തില്ല ഇതാവില്ല. പിന്നെ എന്താവില്ല, വിരഹം എന്ന് പറയുന്ന സംഗതി പറയണത് അത്രക്കും എന്താണ് വേദനകളാണ്. ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരാളുണ്ട്, ആ ആള് പിന്നെ ലണ്ടനിൽ പഠിക്കായിരുന്നു. ആ പഠിക്കുന്ന അവസരത്തിൽ ഒരു പിന്നെ തന്റെ സഹപാഠിയുമായിട്ട് ഇത് പ്രണയത്തിലായിട്ട് പോയി പരസ്പരം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഇയാളുടെ പിന്നെ വല്യമ്മാക്ക് എന്ത് ചെയ്തു, പിന്നെ സുഖമില്ലായിട്ട് പിന്നെ ഇയാൾ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് വന്നു. ആ മകളെ എന്ത് ചെയ്തു, മറ്റൊരു ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തു, വിവാഹം ചെയ്തു കൊടുത്തു. ആ ഓർമ്മയില് പിന്നെ അതിനുശേഷം ഈ വലിയ ഇതൊക്കെ അറിയുന്ന ആളാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തു, മനുഷ്യന് പിന്നെ ജീവിതകാലം വിവാഹം കഴിച്ചിട്ടില്ല. മൂപ്പരെ വണ്ടിയിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ടാറ്റ അല്ലേ, എന്താണ് മൂപ്പരെ പേര്, എന്താണ് മൂപ്പര് പേര്, ലക്ഷ്മി മിത്തലോ എന്താ മൂപ്പര് പേര്, ടാറ്റന്റെ മുതലാളിയില്ലേ, ഇപ്പോഴത്തെ ടാറ്റന്റെ മുതലാളി മിത്തല്. നീ ഇത്രയും വലിയ പണക്കാരനറിയില്ലാന്നോ? പിന്നെ ഇന്ത്യയിൽ അറിയപ്പെട്ട പണക്കാരനല്ലേ. വണ്ടികൾ കണ്ടിട്ടില്ലേ ടാറ്റന്റെ? അപ്പൊ വെറുതെ മൂപ്പര് പിന്നെ എന്തെയ്യുന്നില്ല, വിവാഹം കഴിച്ചിട്ടില്ല. അതായത് അപ്പൊ ഒരാളെ ഇഷ്ടപ്പെട്ട് കരുതിക്കോ, പിന്നെ മറ്റാളെ അതിക്ക് സങ്കല്പിക്കാൻ എന്താവില്ല, സാധിക്കൂല. പ്രണയത്തിലും ആരാധനയിലും എന്തില്ല കൊണ്ടുവന്നില്ല, മനസ്സിലായോ? ഓക്കെ. മൂപ്പര് ഏകാന്തരായിട്ട് എന്ത് ചെയ്തു, ജീവിച്ചു. എല്ലാ സമ്പത്തുകളുണ്ട്, ലോകമുണ്ട്, പക്ഷെ എന്തില്ല, ഭാര്യയില്ല. അപ്പൊ ലോകത്തിലെല്ലാവർക്കും എന്താവില്ല, ലോകത്തിലെ ഓരോന്നും കൊടുക്കൂല, അത് ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, ലടുക്കീനെ അപ്പിനെ ഫൈസലേസ് ലടുക്കിക്കോ ആഗാക്കിയ എന്ത് ചെയ്തു, അറിയിച്ചു. ഒരു മുഖ്തലിഫ് നസീഹത്തെ ടാറ്റിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടത് നമുക്കറിയാൻ കരുതിന്ന്. അപ്പോട്ടെ, മോശമായി ഞാൻ പറയില്ല, മോശമല്ല. ഓക്കെ. അപ്പൊ ലടുക്കേനെ ആൺകുട്ടി എന്ത് ചെയ്തു, സംജാന എന്ന് പറഞ്ഞാൽ സംജന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, സംജാന എന്ന് പറഞ്ഞാലോ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്തു, ശ്രമിച്ചു. ഒരുപാട് പിന്നെ ഉപദേശങ്ങൾ നൽകി. അവന്മാരിക്കനെ ലടുക്കം ചെയ്തു, ഒരുപാട് ഓണം ബോധ്യപ്പെടുത്താൻ ഇത് നമുക്ക് ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്തു, ശ്രമിച്ചു. എന്തെന്റെ ഫോൺ കമ്പ്യൂട്ടർ ഇങ്ങനെ എന്താണ് ഒരു പണ്ടത്തെ പിന്നെ എന്താണ് കോശിഷ്കി ലളിക്കനെ എന്ത് ചെയ്തു, സംജാനയ്ക്ക് കോശിഷ്കി ഒരുപാട് ശ്രമിച്ചു പിന്നെ മനസ്സിലാക്കിപ്പിക്കാന്. മഗർ നീ സംജി അവരെന്തില്ല, ഒരിക്കലും മനസ്സിലാക്കിയില്ല. ഉസ് റുഖ്സത്ത് ഓനയ്ക്ക് ബാദ് അവളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം അവരിൽ നിന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, പെൺകുട്ടി ഉസ് റുഖ്സത്ത് ഓനയ്ക്ക് ബാദ് എന്ന് പറഞ്ഞാല് റുഖ്സത്ത് പറഞ്ഞാണ് അവനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്തു, ജഹർ കാലിയ എന്ത് ചെയ്തു, ജഹർ പണ്ട് മനസ്സിലായില്ലേ എന്തുകൊണ്ട് എഡ്ലൈൻ എങ്ങനെ വന്നു. ജഹർ എന്ത് ചെയ്തു, ജഹർ ഖാന എന്ന് പറഞ്ഞ വിഷം എന്ത് ചെയ്തു, കഴിച്ചു. അവരെന്ത് ചെയ്തു, മരിച്ചുപോയി. ആര്, കാമുകി എന്ത് ചെയ്തു, മരിച്ചുപോയി. എന്ത് താങ്ങാൻ ജുദായി എന്തില്ല, താങ്ങാൻ കഴിയാതെ അവരെന്ത് ചെയ്തു, വിഷം കഴിച്ചിട്ട് ആര് മരിച്ചു, ആ പെൺകുട്ടി മരിച്ചു. അല്ലേ? അടുത്തത് ലड़की ही नहीं बल्कि शहर के तमाम अमीरों गरीब रो रहे थे. लड़की की അൽമനാക്ക് അൽമറ വേദന അല്ലെ, അൽമനാക്ക് എന്ന് പറഞ്ഞാലോ വേദനാജനകമായ എന്നാണ് ദാരുണമായ. ഇപ്പോഴത്തെ ഒരു ഇങ്ങനെ നടന്നില്ലേ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ, പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോ ഇട്ടോ ഞങ്ങൾ എന്ത് ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇത് കൊക്കിക്ക് ചാടിയത് ഒരു ഇതുണ്ടായിരുന്നു, കണ്ടില്ല? ഇതൊന്നാണ് ഷബാന ഷംന
പിന്നെ എന്താണ് ദാരുണമായ അൽമനാക്ക് പറയുന്ന ദാരുണമായ പുറണ്ടോ ഈ ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കുട്ടിയായിട്ട് വെച്ചതുകൊണ്ട് കേട്ടോ. ലടുക്കിക്ക് അന്ത്യത്തിന് എന്ത് ചെയ്തു ബൽക്കെ എന്നല്ല മറിച്ച് എന്താണ് ഷെർക്ക് തമാം അമീറോ ഗരീബ് രോഹിയത്തെ പിന്നെ നഗരത്തിലെ പിന്നെ എല്ലോ പാവപ്പെട്ടവനും പണക്കാരും അമീറിന് പാവപ്പെട്ടവനും ഗരീബർ പാവപ്പെട്ടവനും എല്ലോ കരഞ്ഞിരുന്നു. उसके अलावा അതിന് പുറമെ जो भी उस रास्ते से गुजरता जा रहा था वो भी उसकी मैयत पर रोता चला जा रहा था. അങ്ങനെ उसके अलावा അതിന് പുറമെ जो വഴിയിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അത് എന്താ അറിയില്ല പിന്നെ അങ്ങനെ जो भी उस रास्ते से गुजरता जा रहा था ആരും പിന്നെ ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു വോബി അവരും ഉസ്കി മയ്യത്ത് ആ പെണ്ണിന്റെ മയ്യത്തിന്റെ മേൽ എന്ത് ചെയ്യുമായിരുന്നു കരഞ്ഞുകൊണ്ട് കടന്നു നീങ്ങുമായിരുന്നു. ചലാചാരാത്ത കടന്നു നീങ്ങുമായിരുന്നു. ആരൊക്കെ ഉസ്കി അലാവ അതിന് പുറമെ എല്ലാവരും നഗരത്തിലുള്ള എല്ലാ നഗരങ്ങളിൽ പണക്കാരനും പാവപ്പെട്ടവനും ആ പെൺകുട്ടിയുടെ ആ മരണത്തിൽ എല്ലാവരും എന്ത് ചെയ്തു കരഞ്ഞുകൊണ്ടിരുന്നു. അതിനു പുറമെ ആരൊക്കെയാണോ ആ വഴിയിലൂടെ കടന്നു പോകുന്നത് അവരൊക്കെ എന്ത് ചെയ്തു ഈ പിന്നെ ഈ മയ്യത്തിന്റെ മേൽ ഈ പെണ്ണിന്റെ മയ്യത്തിന്റെ മേൽ കരഞ്ഞുകൊണ്ട് നീങ്ങുമായിരുന്നു. കാരണം അത്രക്കും പ്രിയപ്പെട്ടവള് അതുപോലെ അത്രക്കും സുന്ദരി നല്ല പണക്കാരന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരമുള്ള ദാരുണമായ ഒരു അന്ത്യം സംഭവിക്കും. അങ്ങനെ ചെയ്യേണ്ടിരുന്നത് നമ്മൾ എല്ലാവരും പറയും അല്ലെ. ബേട്ടിക്ക് മൂത്തുപർ മാക്ക തടപ്പിന പിന്നെ അത് അപ്പൊ എല്ലാവരും ചെയ്തു അവരുടെ മേൽ ദുഃഖിച്ചു നഗരം മുഴുവനും അല്ലെ. ബേട്ടിക്ക് മൂത്തുപർ എന്താണ് പെൺകുട്ടിയുടെ മരണത്തില് മാക്ക തടപ്പന എന്ന് പറയുന്നത് ഉമ്മ എന്ത് ചെയ്യാ ഉമ്മ തടപ്പിന എന്ന് പറയുന്നത് ഉമ്മന്റെ എന്താണ് തടപ്പിന എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി അടച്ചു കിട്ടുന്നില്ല. തടപ്പിന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാവില്ല ഇങ്ങനെ കടന്നിങ്ങനെ വിറച്ചുകൊണ്ടുള്ള ഇതുണ്ടാവില്ലേ ദടപ്പിനറി യാചിക്കുക അല്ലെങ്കിൽ പിടക്കുക എന്ന് പറയാ അസ്വസ്ഥനാകുക അങ്ങനെ മാതാവിന്റെ അസ്വസ്ഥത എങ്ങനെയൊക്കെ ഏ മേരി ബേട്ടി തൂനെ മർനെ സെ പഹലെ മേരാ ഭി ഖയാൽ ന കിയ ഇങ്ങനെ മേരി ബേട്ടി എന്റെ മകളെ തൂനെ നീ മർനെ സെ പഹലെ എന്താണ് മരിക്കുന്നതിന് മുമ്പ് മേരാ ഭി എന്റെയും എന്നെ കുറിച്ച് പോലും ചിന്തയിൽ ആലോചിച്ച ഖയാൽ मिर्जा शौक ने बड़े खूबसूरत और दिलकश अंदाज में इस मसले ने पेश किया है. मिर्जा शौक ने बड़े खूबसूरत വളരെ മനോഹരം വളരെ ദിൽകഷ് വളരെ മനോഹരമായ അന്താസിനെ വളരെ മനോഹരമായ രീതിയിൽ ഈ മസ്നവിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളുള്ളൂ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണില്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇത് മസ്നവി ഉണ്ട്. പക്ഷെ അതൊക്കെ മൂപ്പര് വളരെ മനോഹരമായിട്ട് നീണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോ ഈ അത് കഴിഞ്ഞിട്ട് ഐസമേ ഇപ്പൊ ഇത് മാതാവിന്റെ അവസ്ഥയെ പറഞ്ഞല്ലേ. മാതാവിന്റെ അവസ്ഥയാണ് എന്ത് പറഞ്ഞത്. പിന്നെ മാതാവ് നീ എന്ത് ചെയ്തു എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് എന്റെ അവസാന ആഗ്രഹം എന്നോട് പറഞ്ഞില്ലല്ലോ, ജിന്നെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. ഈ സമയമാകുമ്പോ ആരും ചിന്തിക്കൂല അല്ലേ. ഓക്കെ
ഐസേമി. ഐസേമി എന്ന് പറഞ്ഞ തസ്നി, ഐസേമി പറഞ്ഞാൽ ഇത്തരമുള്ള അവസ്ഥയിൽ, ഇത്തരമൊരു അവസ്ഥയിൽ, ഇത്തരമൊരു സാഹചര്യത്തിൽ, ഇത്തരമുള്ള ഐസേമി എന്ന് പറഞ്ഞാൽ ഇത്തരമുള്ള സാഹചര്യത്തിൽ ലടുക്കാവി ഇസ് പസോപേഷ് മേ ഹി മുക്തലാത്ത, ലടുക്കയും എന്ത് ചെയ്തു, ഇസ് പസോപേഷ് പസോപേഷ്, പസ് പറഞ്ഞ ബാക്കില്, പേഷ് പറഞ്ഞ മുമ്പില്, പസോപേഷ് ആശങ്ക. നമ്മൾ പഠിച്ചിട്ടില്ലേ പീച്ചോത്താപ്പ് കാരാത്ത അസ്വസ്ഥതയിൽ എന്ത് ചെയ്യും, മുബത്തല എന്ന് പറയുന്നത്, മുബത്തല എന്ന് പറയാം പെട്ടെന്ന്, അകപ്പെട്ടിരുന്നു. ഐസമി ഇത്തരം ഒരു സാഹചര്യത്തില് ആൺകുട്ടിയും മുബത്തലാത്ത, ഇത്തരം ഒരു പസോപേഷറാലേ ആശങ്ക, അസ്വസ്ഥത, മുമ്പോട്ടും അങ്ങോട്ടും അല്ല ഇങ്ങനെ അസ്വസ്ഥ ഉണ്ടാവില്ലേ, ആ അസ്വസ്ഥതയിൽ എന്ത് ചെയ്തു, അസ്വസ്ഥത വെച്ചാൽ വേണ്ടി ആശങ്ക, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ലേ, ആ അവസ്ഥക്ക് എന്ന് പറയാ പസോപേഷനെ മുബ്തല ഹോന എന്ന് പറയാ. അതായത് ആശങ്കയിൽ, അസ്വസ്ഥതയിൽ എന്ത് ചെയ്തു, ആശങ്ക അല്ലെങ്കിൽ അസ്വസ്ഥത. കേട്ടോ, എഴുതി വെച്ചോ, അസ്വസ്ഥത. അതൊക്കെ നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഇപ്പൊ എപ്പോഴത്തെ വരുത്തും ഇൻഷാ അല്ലാഹ്. ഒരു മാസം കൂടി വിടും, അത് കഴിഞ്ഞാൽ ആ നോട്ട് ഫുള്ള് ഞാൻ നോക്കും. ഒരു നോട്ടിൽ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ കുട്ടിനെ മെയിൻ ചെയ്യാനില്ല. ഓക്കെ. ഐസമി ഇത്തരം ഒരു സാഹചര്യത്തില് ലടുക്കാബി ആൺകുട്ടി എന്ത് ചെയ്തു, പസോപേഷനെ ഈ മുക്തരാത്ത, ഇത്തരം ഒരു ആശങ്കയിൽ എന്ത് ചെയ്യുന്നു, അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഉസ്കി ജിന്ദഗി ഖാത്തിമ ഹോഗയ, പിന്നെ കാമുകി എന്ത് ചെയ്തു, കാമത്തിന്റെ അവളുടെ ജീവിതത്തെ എന്ത് ചെയ്തു, ഖാത്തിമ ഹോന എന്ന് പറഞ്ഞ ഖാത്തിമ ഹോന എന്ന് പറഞ്ഞാല് അവസാനിക്കുക, അവളുടെ ജീവിതം എന്ത് ചെയ്തു, അവസാനിച്ചു. എന്നിട്ടോ ഷൂർ ബർത്താ ഹുവ അല്ലേ, ഒരു കഥ അല്ലേ, ആഷിക്ക ജനാസ ഹെ ജറാ ധൂം സെ നിക്കൽന എന്താണ് പറയില്ലേ, ഒരു ഗാലിബിന്റെ കവിതയാണ്. എനിക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നോക്കാം. അപ്പൊ എന്താണ്, പിന്നെ ഖാത്തിമ ഹോന എന്താണ്, ഐസമി ഇത്തരം ഒരു സാഹചര്യത്തിൽ എടുക്കാതെ ആൺകുട്ടിയും പസോപേഷനെയും മുക്തലാത്ത, ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഇത്തരം ഒരു അസ്വസ്ഥതയിൽ എന്ത് ചെയ്തു, ആശങ്കയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തെന്നാൽ ഉസ്കി സിന്ദഗി ഖാത്തിമോട് ചിന്തിക്കാണ്, അവളുടെ ജീവിതം ചെയ്തു ഖാത്തിമ ഹോഗയ, അവസാനിച്ചു. എന്നിട്ടോ ഷോർ ബർപ്പാവുക, നഗരങ്ങളെ അപ്പൊ പണക്കാരും പാവപ്പെട്ടവനും ആ വഴിയിലൂടെ കടന്നു പോയിരുന്ന ആളുകളും യാത്രക്കാരും എല്ലാവരും അവളുടെ മേലെ നിന്ന് കരഞ്ഞു. ഷോർ ബർപ്പാവുക എന്ന് പറഞ്ഞാല് നോക്കിയോട്ടോ, തസ്നി നേരം നോക്കുക ഹോസ്പിറ്റലിൽ എവിടെ എന്ത് പറ്റില്ല ഫോണിന്. ബർപ്പാവുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, ഷോർ പറഞ്ഞാലോ ഷോർ കലഹം അല്ലേ, ഷോർ ബർപ്പാഹോന എന്ന് പറഞ്ഞാലോ ഒച്ചപ്പാടുണ്ടായി, വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണ് ഓളെ ചെയ്ത് ഈ ദുനിയാവിൽ നിന്ന് പോയത് അല്ലേ, എല്ലാവരും അറിഞ്ഞു. മറ്റേ ഐഡിയ ഉണ്ട്. ഇത് മാറ്റി മതി. ഓക്കെ. എന്നാൽ ഷോർ ബർപ്പാഹോന എന്ന് പറഞ്ഞാൽ ഷോർ ബർപ്പാഹോന ഒച്ചപ്പാടുണ്ടാവുക,